BMS ഡോക്ടർ ചാറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ ഗ്യാസ്ട്രോ വിഭാഗത്തിലെ ഡോക്ടറുമായി ഉദരസംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം കൺസൾട്ടൻറ്റ് ഡോക്ടർ ബിജോയ് എബ്രഹാമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം സാർ. മേജറായിട്ടും ഉദര രോഗങ്ങളിൽ വരുന്ന സർജറീസ് ഞാൻ കേട്ടിട്ടുള്ളത് ഹെർണിയ, അപ്പൻഡിക്സ് ഒക്കെയാണ്. മേജറായിട്ടുള്ള ഗ്യാസ്ട്രോ സർജറികൾ ഏതൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ടാന്ന് പറയൂ. മേജറായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അബ്ഡോമൻ അകത്ത് വരുന്ന ഓരോ അവയവങ്ങൾക്കനുസരിച്ചുള്ള സർജറികളാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈസോഫാഗസ്, അന്നനാളത്തിന് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് വളരെ കോമൺ ആണ്. അതിന് മിക്ക ടൈമിലും നമ്മൾ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുന്നത്. ചില സമയങ്ങളിൽ അതുകൊണ്ട് കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്യും. അതിന് ഫണ്ടോപ്ലൈക്കേഷൻ എന്ന് പറയും, ലാപ്രോസ്കോപ്പിക് ഫണ്ടോപ്ലൈക്കേഷൻ. പിന്നെ സംടൈംസ് അതിന് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാം, ക്യാൻസർ. അതിന് നമ്മൾ ലാപ്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ തന്നെ ഈസോഫേജിയൽ ക്യാൻസർ ട്രീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ താഴേക്ക് പോകുമ്പോൾ സ്റ്റൊമക്കിലുണ്ടാകുന്ന ട്യൂമറുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. അത് ഓപ്പൺ സർജറി ഉണ്ട്, ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട്. പിന്നെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോൾ ബ്ലാഡറിൻ്റെ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്ന സ്റ്റോൺ റിലേറ്റഡ് പ്രോബ്ലം, സ്റ്റോൺ ഉണ്ടാകുന്ന വേദന, സംടൈംസ് അതുകൊണ്ട് ഒരു ജോണ്ടിസ് ഒക്കെ വരാം. അതിൻ്റെ സ്റ്റോൺ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ, ബ്ലോക്ക് വരുമ്പോൾ അതൊക്കെ റിലീവ് ചെയ്യാൻ സർജറി വേണ്ടി വരാറുണ്ട്, കോമൺ ആയിട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ താഴേക്ക് പോകുമ്പോൾ പാൻക്രിയാസ് റിലേറ്റഡ് അസുഖങ്ങൾ, പാൻക്രിയാസിൽ തന്നെ സ്റ്റോൺ റിലേറ്റഡ് പ്രോബ്ലംസ് വരാറുണ്ട്, അതിന് സർജറി വേണ്ടി വരാറുണ്ട്. വളരെ റെയറായിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ പാൻക്രറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. ഭയങ്കര സിവിയർ ഇൻഫ്ലമേഷൻ വരും പാൻക്രിയാസ്. അതിന് കൂടുതലും നമ്മൾ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുന്നത്. അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ സർജനെ വിളിച്ച് നമ്മൾ അതിൻ്റെ പഴുപ്പ് കളയാനായിട്ടുള്ള കുറച്ച് സർജറികളൊക്കെ പാൻക്രിയാസിൻ്റെ മുകളിൽ ചെയ്യാറുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻക്രിയാസിൻ്റെ ക്യാൻസറാണ്. അതൊരു വലിയൊരു മേജർ സർജറിയാണ്. ഞങ്ങൾ ചില സമയത്ത് സർജിക്കൽ ഓപ്പറേഷൻ, ഒരു വിപ്പിൾസ് ഓപ്പറേഷൻ എന്നൊക്കെ പറയും, അത് വെച്ച് ചെയ്യേണ്ടി വരാം. ലിവറിലുണ്ടാകുന്ന ട്യൂമേഴ്സ്, ചെറിയ ചെറിയ ട്യൂമേഴ്സ് ഒന്നെങ്കിൽ നമ്മൾ ബാക്കിയുള്ള അവയവങ്ങളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത്, അല്ലെങ്കിൽ സ്വന്തം പ്രൈമറിലി ലിവറിൽ ഉണ്ടാകുന്ന ട്യൂമേഴ്സും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഇൻറ്റസ്റ്റൈനിൽ പല അസുഖങ്ങളുണ്ട്, ട്യൂബർക്കുലോസിസ്, ക്രോൺസ് ഡിസീസ്, അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെ സർജറി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ലാപ്രോസ്കോപ്പി ആൻഡ് ഓപ്പൺ സർജറി രണ്ടും ഉണ്ട്. ട്യൂബർക്കുലോസിസ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറവാണ് കാണുന്നത്, എന്നാലും ഉണ്ട്. ക്രോൺസ് ഡിസീസാണ് കൂടി കണ്ടുവരുന്നത്. പിന്നെ വൻകുടലിലെ അസുഖങ്ങളിൽ ക്യാൻസർ തന്നെയാണ് കൂടുതലും നമ്മൾ കാണുന്നത്, കോളോറക്ടൽ ക്യാൻസർ എന്നൊക്കെ പറയും. അതുകൂടാണ്ട് അതിൻ്റെ കുറച്ച് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ട്. ക്രോൺസ് ഡിസീസ് പോലെ തന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അതിന് യൂഷ്വലി മെഡിസിനാണ്, ജനറൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണ് മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യുന്നത്. റെയർ സിറ്റുവേഷൻസ്, കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ മരുന്ന് ഏൽക്കുന്നില്ല, പേഷ്യൻ്റ് ലൈഫ് സ്റ്റൈൽ അഫക്റ്റ് ചെയ്യുന്നു, അങ്ങനെ സിറ്റുവേഷൻസിൽ സർജനെ ഇൻ്റർവീൻ ചെയ്ത് അതിനെ എടുത്ത് മാറ്റി അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനുള്ള സർജറീസ്, ഇതൊക്കെയാണ് നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഇതിൽ. ഓഫ് കോഴ്സ് ലിസ്റ്റ് ഭയങ്കര എക്സ്റ്റെൻസീവ് ആണ്, എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. സർ, ഗ്യാസ്ട്രോ സർജറി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ അങ്ങേയറ്റം എത്തി മെഡിസിൻ കൊണ്ട് നമുക്ക് ഫലപ്രാപ്തി ഇല്ലാതാകുന്ന സാഹചര്യത്തിലാണോ പല സർജറികളും വേണ്ടി വരുന്നത്? അതോ നമുക്ക് ഇനീഷ്യലി തന്നെ ഒരു രോഗം കണ്ടെത്തി കഴിയുമ്പോൾ അതിൻ്റെ ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് സർജറി രോഗങ്ങൾക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കുമോ? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ നേരെ സർജൻ്റെ അടുത്തേക്ക് വരും. ഫോർ എക്സാമ്പിൾ അപ്പൻഡിസൈറ്റിസ്, ഹെർണിയ, ഇതിനൊന്നും ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അത്ര സക്സസ്ഫുൾ അല്ല. ഹെർണിയ ഒബ്വിയസ്ലി ഒരു മെക്കാനിക്കൽ പ്രോബ്ലമാണ്, മെഡിസിൻ അതുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. മിക്ക അസുഖത്തിനും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ ആദ്യം നമ്മൾ ട്രൈ ചെയ്യും. സർജൻ തന്നെ പ്രിഫർ ചെയ്യുന്ന ആദ്യം മെഡിസിൻ കൊണ്ട് ട്രൈ ചെയ്യുക, എന്നിട്ടാണ് വേർ മെഡിസിൻ ഫെയിൽസ് സർജറി സ്റ്റാർട്ട്സ്. കാരണം സർജറി ഒബ്വിയസ്ലി ഒരു ഇൻവേഷൻ ഓഫ് ദ ബോഡി സ്പേസ് ആണല്ലോ. അപ്പോൾ അതിനെ ഒരു ഇൻ്റർവെൻഷനാണ്. ആ ഇൻ്റർവെൻഷന് സക്സസ് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം. അപ്പോൾ അതിലൊരു ബാലൻസിലാണ് കൊണ്ടുപോകുന്നത്. ദർ ഇസ് എ ബെനിഫിറ്റ് ആൻഡ് എ റിസ്ക്. ആ റിസ്ക് ഓഫ് സർജറി നേക്കാൾ വളരെയധികം ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. ട്യൂമറുകളുടെ കാര്യത്തിലോ സാറ് മെൻഷൻ ചെയ്തിരുന്നു മുമ്പത്തെ ആൻസറിൽ? ട്യൂമറിൽ ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ നമ്മൾ നല്ല കീമോതെറപ്പി റെജിമെൻസും ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു മുൻതൂക്കം.
പക്ഷേ ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. ആദ്യം കുറച്ച് കീമോതെറപ്പി, റേഡിയേഷൻ, ചിലപ്പോൾ രണ്ടും കൂടെ കമ്പൈൻഡ്. അതിന് നടുക്ക് ഇതിൻ്റെ സ്റ്റേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്യാൻസറിൽ പല സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 or 2, അതായത് വളരെ ഏർലി സ്റ്റേജിൽ വരുമ്പോൾ സർജിക്കൽ അല്ലെങ്കിൽ സംടൈംസ് എൻഡോസ്കോപ്പി കൊണ്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം. ആ സ്റ്റേജസിൽ സക്സസ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്നത് സ്റ്റേജ് 3-ലാണ്. അതായത് ഓൾറെഡി അത് സിംറ്റമായി പേഷ്യൻറ്റിന്. അപ്പോഴേക്കും അത് ഓൾറെഡി കുറച്ച് വളർന്നു, കുറച്ച് അടുത്തുള്ള അവയവങ്ങൾ, ലിംഫ് നോഡ്സ് കയലകളിലേക്ക് സ്പ്രെഡായി. വേറെ അവയവങ്ങൾക്കൊന്നും പോയിട്ടില്ല, പക്ഷേ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് സിംറ്റമായിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് പണ്ടത്തെ പോലെ അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറച്ച് കീമോതെറപ്പിയും റേഡിയേഷനൊക്കെ കൊടുത്ത് അതിനെ ഡൗൺ സ്റ്റേജ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടും അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ഫർദർ കീമോതെറപ്പി ചിലപ്പോൾ എടുക്കും. ഇതുകൊണ്ട് ഈ സ്ട്രാറ്റജി കൊണ്ട് മുമ്പത്തേക്കാളും കുറച്ചും കൂടെ നല്ല സർവൈവൽ ബെനിഫിറ്റും റിക്കറൻസ് വരാനുള്ള ചാൻസ് കുറയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ മിക്ക സെൻറ്റേഴ്സിലും, ഇപ്പോൾ നല്ല സെൻറ്റേഴ്സിലൊക്കെ നമ്മളൊരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ട്യൂമർ ബോർഡ് കൂടും. പേഷ്യൻ്റെ കണ്ടീഷൻ, സ്റ്റേജ് എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് പല എക്സ്പേർട്സ്, അതായത് കീമോതെറപ്പി കൊടുക്കുന്ന ഡോക്ടർ, ചിലപ്പോൾ ഗ്യാസ്ട്രോഎൻട്രോളജി ഡിറ്റക്ട് ചെയ്ത ഡോക്ടർ, റേഡിയോളജിസ്റ്റ്, സർജൻ, പിന്നെ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് പേഷ്യൻറ്റിന് ഏറ്റവും ഉത്തമമായ ട്രീറ്റ്മെൻറ്റ്, മോസ്റ്റ് ഓപ്റ്റിമൽ ട്രീറ്റ്മെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഇതാണ് നമ്മൾ അവർക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. സാറ് തുടക്കത്തിലുള്ള ക്വസ്റ്റ്യനിൽ കുറേ അധികം ഗ്യാസ്ട്രോ സർജറിയെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. അതിൽ ഈ അമിതവണ്ണം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്യാസ്ട്രോയിൽ സർജറീസ് ഉണ്ടോ? ഓഫ്കോഴ്സ്. ബേസിക്കലി നമ്മൾ ഇതിൽ അമിതവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ BMI ആണ്, ബോഡി മാസ് ഇൻഡെക്സ്. അതായത് നിങ്ങളുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് സ്ക്വയർഡ്. അതിപ്പോൾ ജനറലി നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ജനറ്റിക് ചേഞ്ചസ്, എപ്പിജനറ്റിക് ചേഞ്ചസ് ആയിരിക്കാം, ജനറ്റിക് ആയിരിക്കാം. ഓവർ ദി ഇയേഴ്സ് നമ്മൾക്ക് ഈ ബോഡി ഫാറ്റ് നമ്മുടെ വയറിനുള്ളിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് ബാക്കിയുള്ള പോപ്പുലേഷൻസ് ഓൾ ഓവർ ദി വേൾഡിനേക്കാളും. അപ്പോൾ നമുക്ക് അത് കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, ഡയബറ്റീസ് ഉണ്ടാകുന്നു, മെറ്റബോളിക് ഡിസീസസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഇൻസിഡൻസ് ഓഫ് ഡയബറ്റീസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, അത് അബ്ഡോമിനൽ ഫാറ്റ്. അപ്പോൾ ഒബീസിറ്റി തന്നെ ഇപ്പോൾ ഒരു അസുഖമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഒരു കണ്ടീഷനല്ല, അത് തന്നെ ഒരു അസുഖമാണ്. അപ്പോൾ നമ്മൾ ജനറലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 35 BMIക്ക് മുകളിലും പ്ലസ് ഈ വൺ ഓഫ് ദീസ് കണ്ടീഷൻസ്, ഡയബറ്റീസ്, സ്ലീപ്പ് ആപ്നിയ, ഹൈപ്പർ ടെൻഷൻ, പല അസുഖങ്ങളുണ്ട് ഒബിസിറ്റി റിലേറ്റഡ്. ഇതും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാരിയാട്രിക് സർജറി, അതായത് ഈ അമിതവണ്ണം കുറയ്ക്കുന്ന സർജറിൻ്റെ പേരാണ് ഈ ബാരിയാട്രിക് സർജറി, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടും. നമ്മൾ എന്തുകൊണ്ട് മെഡിസിൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെഡിസിൻ കൊണ്ട് സസ്റ്റെയിൻഡ് ബെനിഫിറ്റ് കിട്ടില്ല. കുറച്ച് കാലത്തേക്ക് നിങ്ങൾ ഡയറ്റിങ് കാര്യങ്ങൾ കൊണ്ട് ഓഫ് കോഴ്സ് വെയിറ്റ് ലൂസ് ചെയ്യും, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സർജിക്കലി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാരിയാട്രിക് സർജറി. ഓഫ് കോഴ്സ് സർജറിക്ക് അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദെൻ ദ ബെനിഫിറ്റ് ഈസ് മച്ച് മോർ ദാൻ ദ റിസ്ക്. അപ്പോൾ ആ റിസ്ക് നമ്മൾ മാക്സിമം കുറച്ചുകൊണ്ടുള്ള സർജറീസ്, ഞാൻ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്ലീവ് ഗ്യാസ്ട്രക്ടമി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു യൂഷ്വലി കോമൺ ചെയ്യുന്നത് നമ്മൾ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കാനുള്ളൊരു സർജറിയാണ്. അപ്പോൾ സ്റ്റൊമക്കിൽ തന്നെ കുറേ ഹോർമോൺസ് റിലീസ്ഡ് ആവുന്നുണ്ട്, ഹങ്കർ, സറ്റൈറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഹങ്കർ ഉണ്ടാക്കുന്ന ഹോർമോൺ, ഫോർ എക്സാമ്പിൾ ഗ്രെലിൻ എന്ന് പറയും, ഗ്രെലിൻ, അത് ഹങ്കർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ നമ്മൾ സ്റ്റൊമക്കിൻ്റെ ആ ഭാഗം എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് കുറയുന്നത്. അപ്പോൾ അത് സ്റ്റൊമക്കിൻ്റെ അകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. ആ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നൊരു സർജറിയാണ് സ്ലീവ് ഗ്യാസ്ട്രക്ടമി. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രൂവൺ ആയിട്ടുള്ള കുറച്ചും കൂടെ വെയിറ്റ് ലോസ് ആവശ്യമുണ്ടെങ്കിൽ ബൈപ്പാസ് സർജറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ഭയങ്കര പോപ്പുലറാണ്. ഇന്ത്യയിൽ കൂടുതൽ പോപ്പുലർ സ്ലീവ് ഗ്യാസ്ട്രക്ടമിയാണ്. ഇൻഫാക്റ്റ് നമ്മൾ കുറേ പുതിയ വെയിറ്റ് ലോസ് ഇഞ്ചെക്ഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോഞ്ചാറോ, വെഗോവി, ഒസംപിക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് റെജിമെൻറ്റിൽ അതിന് മുന്നേ ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ വെയിറ്റ് ലോസ്, ഫോർ എക്സാമ്പിൾ ഭയങ്കര വെയിറ്റ് കൂടിയ പേഷ്യൻ്റ് നമ്മൾ ആദ്യം ഇത് കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് കുറച്ചിട്ട് പിന്നെ സർജറി കുറച്ചും കൂടെ പ്രൊലോങ് ബെനിഫിറ്റിന് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. ഡെഫിനറ്റ്ലി ബാരിയാട്രിക് സർജറി ഒരു സിഗ്നിഫിക്കൻറ്റ് റോളുണ്ട് ഗ്യാസ്ട്രോ സർജറീസിൽ. അപ്പോൾ ഈ സർജറി ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകുമ്പോൾ മുമ്പുണ്ടായിരുന്ന വിശപ്പ് പിന്നെ തോന്നത്തില്ല, അതുപോലെ മുമ്പുണ്ടായിരുന്ന ഫിസിക്കൽ എക്സസൈസും കാര്യങ്ങളും നമുക്ക് അത്രയും തന്നെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ? ഇതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഫാറ്റ് പ്ലസ് മസിൽ ഒരു പ്രൊപ്പോർഷനുണ്ട്. ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് ലൂസ് ചെയ്യുക,
പക്ഷേ മസിൽ ലൂസ് ചെയ്യരുത്. അതെ, അതെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ളതാണ്. അല്ലാണ്ട് ഒരു വൺ ഷോട്ട് ഒരു റെമഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സർജറി ചെയ്യുന്നു, ആ വെയിറ്റ് നമ്മളെ ബോഡീൻ്റെ കുറച്ച് ഹോർമോൺസിൻ്റെ ഒരു മെക്കാനിസം നമ്മൾ ഹാക്ക് ചെയ്തുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഹങ്കർ കുറയ്ക്കുന്നു, സ്റ്റൊമക്കിൻ്റെ സൈസ് കുറയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കൊണ്ട് നമ്മൾ ഗ്രാജുവലി വെയിറ്റ് ലോസ് ഉണ്ടാകും. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മുടെ ബോഡിയിലെ മസിൽ മാസ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീനും കഴിക്കണം. പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതും നഷ്ടപ്പെടും. അതുമാത്രമല്ല, നമ്മുടെ കഴിക്കുന്ന ഡയറ്റ് നമുക്ക് ഈ ഏത് സർജറിയും വേണമെങ്കിൽ നമുക്ക് ഡിഫീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഭയങ്കര കാലറി റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് ബാർസോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രം കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സർജറിനെയും ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറ്റും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് ലാപ്രോസ്കോപ്പി സർജറിയാണോ ഓപ്പൺ സർജറിയാണോ? ലാപ്രോസ്കോപ്പിയാണ് ഞങ്ങൾ ഈ സർജറിയിൽ അബ്സല്യൂട്ട്ലി പ്രിഫർ ചെയ്യുന്നത്. കാരണം ഓപ്പൺ സർജറി ഭയങ്കര അമിതവണ്ണം ഉള്ളവർക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അവരുടെ വൂണ്ട് ഇൻഫെക്ഷൻ, സെറോമ ഫോർമേഷൻ, മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. അതുകൊണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി വന്നതിന് ശേഷമാണ് ഈ സർജറീസൊക്കെ കൂടുതൽ പോപ്പുലർ ആയത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി റോബോട്ടിക് സർജറിയും വന്നിട്ടുണ്ട്. റോബോട്ടിക് സർജറി കുറേ കൂടി ടെക്നിക്കൽ പ്രിസിഷനോടെ നമുക്ക് ഇതേ സർജറീസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അപ്പം നമുക്ക് സാർ ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിവേറ്റഡ് അല്ലാത്ത ആളുകൾ ഈ സർജറി ചെയ്തു, ഫിസിക്കൽ വർക്കൗട്ട് ഇല്ല, ഈ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് അവർ പിന്നെയും വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അവർ പഴയതുപോലെ ഈ സർജറിന് ഹൈ കാലറി ഡയറ്റ്സും അവരുടെ മസിൽ ആവശ്യത്തിന് എക്സസൈസ് ചെയ്തില്ലെങ്കിൽ അവരുടെ മെറ്റബോളിസം പിന്നെയും പഴയതുപോലെ തിരിച്ച് അക്യുമുലേറ്റ് ചെയ്ത് പല കേസും നമ്മൾ സ്റ്റൊമക്ക് പിന്നെയും വലുതാവുന്നത് കണ്ടിട്ടുണ്ട്. സർജിക്കലി തന്നെ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതായത് വേറൊരു സർജറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ഇതൊക്കെ ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷേ ബെറ്റർ അതിന് ഓഫ് കോഴ്സ് കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ്, കാരണം രണ്ടാമത് സർജറി ചെയ്യാണ്. പക്ഷേ ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട് വിച്ച് ആർ വെരി മച്ച് എക്സ്പീരിയൻസ്ഡ് സെൻറ്റേഴ്സ് ഉണ്ട്. ബൈരിയാട്രിക് സർജറി എന്ന് പറയും. പക്ഷേ പ്രിഫറബിളി നിങ്ങളുടെ ഒറിജിനൽ ബൈരിയാട്രിക് സർജറീൻ്റെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ റെജിമെൻ ഫോളോ ചെയ്യുക. ഹെൽത്തിയർ ഓപ്ഷൻ ഹെൽത്തിയർ ആൻഡ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഗ്യാസ്ട്രോ സർജറിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത് പിത്താശയ കല്ലിൻ്റെ സർജറി ആയിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയഗ്നോസ്, സർജറി വേണം നിശ്ചയിക്കുന്നത്, സർജറി, അതിൻ്റെ പോസ്റ്റ് സർജറി കെയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിത്താശയക്കല്ല് ഭയങ്കര കോമൺ ആണ് നമ്മുടെ നാട്ടിൽ. ഒരു 100 പേരിൽ 15 പേര് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മുക്കിലും മൂലയിലും നമുക്ക് സ്കാനിങ് സെൻറ്റർ ഉണ്ടല്ലോ. അപ്പോൾ പല ഡോക്ടേഴ്സും പല കാര്യത്തിന് വേണ്ടിയിട്ട് അബ്ഡോമിൻ്റെ സ്കാൻ ചെയ്യും. അപ്പോൾ നമ്മളൊരു പിത്താശയക്കല്ല് പിക്കപ്പ് ചെയ്യും. പക്ഷേ അതിന് എല്ലാത്തിനൊന്നും ഓപ്പറേഷൻ ആവശ്യമില്ല. പേഷ്യൻ്റെ സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും അതിന് ചെയ്യുന്ന ആവശ്യം. അതുകൊണ്ട് ആ പിത്താശയത്തിലെ കല്ലുകൊണ്ട് അവിടെ വേദന, ആ സ്പെസിഫിക്കലി ആ ഏരിയയിൽ വേദന വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് സർജറി ആവശ്യമുള്ളൂ. അല്ലാത്തവരെ നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ഒരു 6 മന്ത്ലി അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്ത് ഫോളോ അപ്പ് ചെയ്താൽ മതി. മെഡിസിൻസ് കൊണ്ട് ജനറലി ഇതിന് വലിയ പ്രയോജനമില്ല. കാരണം അങ്ങനെ ഒരു അലിയിച്ച് കളയുന്ന കുറേ ആയുർവേദിക് പല ട്രീറ്റ്മെൻറ്റ്സും ഉണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണ്. നമ്മൾ അതിന് ഒരു ട്രയൽ ബേസിസിൽ ഇതിനെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് മെഡിസിൻസ് കൊടുക്കാറുള്ളൂ. ഒരു മെഡിസിൻ ഉണ്ട്, അത് പ്രോഗ്രഷൻ കുറയ്ക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കാറുണ്ട് ചില പേഷ്യൻസിന്. പക്ഷേ അതൊന്നും 100% ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സിംറ്റമാറ്റിക്, അതായത് വേദനയുള്ളവർക്ക് ഡെഫിനറ്റ്ലി സർജറിയാണ്, ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറി വളരെ സേഫാണ്. ലാപ്രോസ്കോപ്പിക് സർജറി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓപ്പൺ സർജറി പ്രിഫർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻ റേറ്റും വളരെ കുറവാണ്. കോമൺ ആയിട്ട് ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് കോമണസ്റ്റ് സർജറീസാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ അധിക ദിവസത്തെ വിശ്രമം, അധിക ദിവസത്തെ കെയർ ഒന്നും ആവശ്യമില്ല, നമുക്ക് ബാക്ക് ടു നോർമൽ പെട്ടെന്ന് തന്നെ വരാൻ സാധിക്കും. അതെ, ലാപ്രോസ്കോപ്പിക് സർജറി എൻ്റെ മെയിൻ ബെനിഫിറ്റ് അത് തന്നെയാണല്ലോ. നമ്മൾ സെയിം ഡേ തന്നെ ഡിസ്ചാർജ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ചെയ്യാം. വളരെ ഹെവി ആയിട്ടുള്ള ലിഫ്റ്റിംഗ് നമ്മൾ യൂഷ്വലി ഒരു 2 weeks അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. അല്ലാത്ത നോർമൽ ഡ്രൈവിങ്, വാക്കിംഗ് അപ്പ് ദ സ്റ്റെയർസ്, ഇങ്ങനെ ലൈറ്റ് എക്സസൈസ്, വീട്ടിലെ ജോലികളൊക്കെ അവർക്ക് ചെയ്യാം. ഗ്യാസ്ട്രോ എപ്പോഴും ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൻകുടൽ സംബന്ധിച്ച രോഗങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലെ സർജറീസ്, രോഗങ്ങളുടെ റിസ്ക് എന്ന് വ്യക്തമാക്കും. അതിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കോളോറെക്ടൽ, അതായത് വൻകുടലും മൂലം, അതിലുണ്ടാകുന്ന ക്യാൻസേഴ്സ് വളരെ ഹൈ ഇൻസിഡൻസ് ആണ്. അത് നമ്മുടെ ഡയറ്റ് കൊണ്ടായിരിക്കാം,
ജനറ്റിക് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. അത് കൺക്ലൂസീവ്ലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ അമേരിക്കയിലെ പോലത്തെ കൺട്രീസിലും അതിൻ്റെ ഇൻഷുറൻസ് ഭയങ്കര ഹൈ ആണ്. അവരുടെ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു കൊളോണോസ്കോപ്പി. നിങ്ങൾക്ക് സിംറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ബുദ്ധിമുട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും, നിങ്ങൾ 10 കൊല്ലത്തിലോ 15 കൊല്ലത്തിലോ ഒരിക്കൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ട്യൂമേഴ്സൊക്കെ തുടങ്ങുന്നത് ഒരു ചെറിയ പോളിപ്പൊക്കെ ആയിട്ടായിരിക്കും, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിന് താഴെയുള്ള പോളിപ്പ്. ഈ പോളിപ്പ് സ്റ്റേജിൽ തന്നെ എൻഡോസ്കോപ്പി വെച്ചിട്ട് നമുക്കിങ്ങനെ സിസർ കൊണ്ട് കട്ട് ചെയ്ത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ആ ട്യൂമറുകളാണ് പിന്നെ 2.5 കൊല്ലം ഒക്കെ എടുത്ത് വലിയ ഇതായിട്ട് വരുന്നത്. ഈ സ്റ്റേജ് 1, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജ് 1 സിംറ്റം ഒന്നും ഉണ്ടാവില്ല. അത് നമുക്കിങ്ങനെ ഈ റുട്ടീനായിട്ട് നമ്മളിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൽ മാമോഗ്രാം ചെയ്യില്ലേ, സ്ക്രീനിങ്, അതുപോലത്തെ ഒരു സ്ക്രീനിങ് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്ക്രീനിങ് പ്രോഗ്രാം ഭയങ്കര ആവശ്യമാണ്. സ്ക്രീനിങ് പ്രോഗ്രാം ഇല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു 50 ഇയേഴ്സിന് മുകളിലുള്ള ഒരു പ്രാവശ്യമെങ്കിലും ഒരു കൊളോണോസ്കോപ്പി ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ ഇൻഷുറൻസ് ഹൈ ആണ്. അപ്പോൾ ഇത് എന്തെങ്കിലും പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് ഫ്യൂച്ചറിലൊരു പ്രോബ്ലമായി മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. സാർ, ഇത് കോമൺ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പം നമ്മുടെ നാട്ടിലെ ഭക്ഷണശീലങ്ങളൊക്കെയാണോ മെയിനായിട്ടും കാരണം ഇങ്ങനെ ഒരു എക്സാക്ട്ലി? ആക്ച്വലി ഭക്ഷണത്തെക്കാൾ കൂടുതൽ നമുക്ക് കുറേ ജനറ്റിക് ഇതുണ്ട്. പ്ലസ് ഡയറ്റിൽ ഒരു അസോസിയേഷൻ വിത്ത് റെഡ് മീറ്റ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കുറേ സ്റ്റഡീസ് അത് റിഫ്യൂട്ടും ചെയ്യുന്നുണ്ട്. അത് കൺക്ലൂസീവ്ലി പ്രൂവൺ അല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഡെഫിനറ്റ്ലി ഇൻഷുറൻസ് ഹൈ ആണ്. നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ഇത് വെച്ച് നോക്കുമ്പോൾ പ്രോബ്ലി നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഡയറ്റ് ആൻഡ് ജനറ്റിക് ഇതായിരിക്കും അതിൻ്റെ ഒരു ഫാക്ടർ. കാരണം നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള പേഷ്യൻസിനും ഇത് വന്ന് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 100% അതാണെന്ന് പറയാൻ പറ്റില്ല. ഡയറ്റ് എക്സ്ക്ലൂസീവ്ലി ഡയറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഈ സാറ് പറഞ്ഞ രോഗങ്ങളെ പറ്റി നമ്മൾ ഇപ്പോൾ ഒരു പ്രിക്വേഷൻ എന്ന രീതിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ശീലങ്ങളുണ്ടോ? ആക്ച്വലി നമ്മൾ ഈ എന്ത് ക്യാൻസർ ആണെങ്കിലും നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ജപ്പാനിൽ അല്ലെങ്കിൽ ഫാർ ഈസ്റ്റിൽ അവരുടെ പോപ്പുലേഷൻ സ്റ്റഡീസ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില ക്യാൻസേഴ്സ് ഭയങ്കര ഹൈ ഇൻസിഡൻസ് ആണ്. ഈസോഫേജിയൽ ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസർ, അത് ഡയറ്റും കൊണ്ടും കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് അതിൻ്റെ ക്യാൻസറിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിവെൻറ്റ് കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കതിൻ്റെ എക്സാക്ട് റീസൺ അറിയില്ല. ഓക്കെ, അപ്പോൾ അതിനെ സ്റ്റേജ് 1 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബെസ്റ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിങ്, നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്ന പോലെ അവർക്ക് അവിടെ അപ്പർ GI എൻഡോസ്കോപ്പിക് സ്ക്രീനിങ് ഉണ്ട്. 45 വയസ്സിന് മുകളിലുള്ള ഏത് ഡിസ്പെപ്സിയ വന്ന ആൾക്കും ഉടനെ ഒരു എൻഡോസ്കോപ്പി. അപ്പോൾ വളരെ തുടക്കം സ്റ്റേജിൽ കണ്ടുപിടിക്കും. ആ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ 95 to 100% സർവൈവലാണ്. അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ വരുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു സിംറ്റം, എന്തെങ്കിലും ഒരു വേദന, എന്തെങ്കിലും ഒരു ബ്ലീഡിങ്, താഴെ മലത്തിൽ കൂടെ ബ്ലീഡിങ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും ഒരു ഇത് പിക്കപ്പ് ചെയ്തു, അപ്പോഴേക്കും അത് സ്റ്റേജ് 3, സ്റ്റേജ് 4 ആയി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിലാവും. സാർ, ഇപ്പോൾ ട്യൂമറുകളുടെയും ക്യാൻസറുകളുടെയും കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ട്യൂമർ ബോർഡിലെ ഗ്യാസ്ട്രോ സർജൻസ് കൂടാതെ ഓങ്കോളജി വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സും ഉണ്ടാവും. കമ്പൈൻഡ് ആയിട്ടാണ്. അതെ, അവർ മെഡിക്കൽ ഓങ്കോളജി ഉണ്ട്, അതായത് കീമോതെറപ്പിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യുന്ന ഡോക്ടേഴ്സ്. പിന്നെ റേഡിയേഷൻ ഓങ്കോളജി, റേഡിയേഷൻ കൊടുത്ത് അതിൻ്റെ ടാർഗറ്റിങ്, പ്ലാനിങ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഡോക്ടേഴ്സ്. പിന്നെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് തന്നെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്ട്രാ എൻഡോസ്കോപ്പിയോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ നമ്മൾ എടുത്ത ഇമേജിങ്, PET CT സ്കാൻ, MRI, ഇതിനെപ്പറ്റി കൂടുതൽ ഫൈൻഡിങ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സംടൈംസ് റേഡിയോളജിസ്റ്റ് തന്നെ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് കൂടെ ഇരുന്ന് എല്ലാവരും ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഗൈഡ് ലൈൻസും കൂടെ ഉൾപ്പെടുത്തി ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ പേഷ്യൻറ്റിന് ഓഫർ ചെയ്യുന്നത് ആ സമയത്ത്. സിംറ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം സാറ് കോളനോസ്കോപ്പി ഇടയ്ക്കിടെ എടുക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രായത്തിൽ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റോ മറ്റ് അബ്ഡോമിനൽ സ്കാൻസ് എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഒരു സാധ്യതകൾ അറിയാൻ? നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു കെയിൽ NHS, നിങ്ങൾക്കറിയാമല്ലോ, NHS ഈസ് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ഫണ്ടഡ് ഒരു ഹെൽത്ത് കെയർ പ്രോഗ്രാമാണ്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ FIT, ഫീക്കൽ ഇമ്മ്യൂണോ കെമിക്കൽ ടെസ്റ്റ്, നമ്മൾ സ്റ്റൂളിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു
ചെയ്തിട്ട് അതിൽ പോസിറ്റീവ് ആവുന്നവരെ മാത്രമാണ് കൊളോണോസ്കോപ്പി ചെയ്യിപ്പിക്കുകയുള്ളൂ. അതേസമയം അമേരിക്കയിൽ സ്ട്രേറ്റ് അവേ കൊളോണോസ്കോപ്പി അവർ അമേരിക്കൻസ് വിശ്വസിക്കുന്ന അതിൻ്റെ കോസ്റ്റ് വൈസ് അതാണ് ബെറ്റർ, ഈൽഡ് കൂടുതൽ അതിലാണ്. അത് കോൺട്രവേഴ്ഷ്യലാണ്. യു കെയിൽ ഒബ്വിയസ്ലി അവർ ഫീക്കൽ ഇമ്മ്യൂണോ കെമിക്കൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ആക്യുറസി ഹൈ ആണ്. ഫീക്കൽ ഇമ്മ്യൂണോ കെമിക്കൽ ടെസ്റ്റ് നമ്മൾ ഇന്ത്യയിലും അവൈലബിൾ ആണ്, പക്ഷേ അത് അത്രയും അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല. പക്ഷെ അതും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൊളോണോസ്കോപ്പി പേടിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ അതിനൊരു ക്യാവിയേറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീക്കൽ ഇമ്മ്യൂണോ കെമിക്കൽ ടെസ്റ്റ് നെഗറ്റീവ് ആയുള്ളവർക്കും വരാം. അപ്പോൾ ഇറ്റ്സ് നോട്ട് 100% സ്പെസിഫിക് ടെസ്റ്റ്. ബെസ്റ്റ് ഓപ്ഷൻ ആക്ച്വലി നമ്മൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കൊളോണോസ്കോപ്പി ആണ്. സംശയം സാർ ഇടയ്ക്കും സൂചിപ്പിച്ചു, വേദനയുടെ കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? സർജറികൾക്കും കൊളോണോസ്കോപ്പിക്കും ഒക്കെ നമുക്ക് പെയിനാണ് ആളുകൾക്ക് പൊതുവേ പേടി. അപ്പോൾ അത് എത്രത്തോളം ഇൻറ്റൻസ് ഉണ്ട്? സർജറിയുടെ കാര്യം പറയുമ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി, റോബോട്ടിക് സർജറി ഒബ്വിയസ്ലി ഇൻസിഷൻസ് ചെറിയതാണ്, വേദനകൾ കുറവാണ്. പക്ഷേ വേദന ആബ്സല്യൂട്ട്ലി സീറോ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പെയിൻലെസ് ഡെലിവറി. അത് നമ്മൾ എപ്പിഡ്യൂറൽ വഴിയാണ് കൊടുക്കുന്നത്. ആ സെയിം എപ്പിഡ്യൂറലാണ് നമ്മൾ സർജറി കഴിഞ്ഞിട്ടും പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ആ വൂണ്ട് പെയിൻ ഓൾമോസ്റ്റ് നില്ലാണ്, വളരെ ചെറിയ മെഡിസിൻ കൊണ്ട് മാനേജ് ചെയ്യാവുന്നത്. ആൻഡ് യൂഷ്വലി ഈ പെയിന് ആദ്യത്തെ ഒരു 4-5 ഡേയ്സ് ആയിരിക്കും ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡീൻ്റെ കുറേ ഹീലിംഗ് പ്രോസസ്സ് തുടങ്ങിക്കഴിയുമ്പോൾ ആ പെയിൻ നാച്ചുറലി അങ്ങ് സബ്സൈഡ് ആവും. പിന്നെ നമുക്ക് നോർമൽ അപ്പോൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജറി വേഴ്സസ് ഓപ്പൺ സർജറി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് ഓഫ് ലാപ്രോസ്കോപ്പിക് സർജറി ആക്ച്വലി ആദ്യത്തെ ഒരു 2 ആഴ്ചത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിസൾട്ട്സും എല്ലാ കാര്യങ്ങളിലും രണ്ടും സെയിമാണ്. അപ്പോൾ ബാക്ക് ടു നോർമൽ വിത്തിൻ 2 വീക്സ് ആകും. കൊളോണോസ്കോപ്പി ആക്ച്വലി ഒരു ഇതാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നല്ലൊരു എക്സ്പേർട്ട് എൻഡോസ്കോപ്പിസ്റ്റ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നോട്ട് മോർ ദാൻ 15-20 മിനിറ്റ്സിൽ പരിപാടി തീരും. അതിൽ നിങ്ങൾക്കൊരു കുറേ വയറിൽ കുറച്ച് ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതല്ലാതെ ഒരു ചെറിയ ഡിസ്കംഫർട്ട്. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഇറ്റ്സ് ഓവർ. അതിനേക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ബെനിഫിറ്റ് ഫാർ ഗ്രേറ്റർ ആണ്. അനസ്തേഷ്യ ഉപയോഗിച്ച് തന്നെയാണോ ചെയ്യുന്നത്? മിക്ക ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റും, ഇത് ആക്ച്വലി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റല്ല, ഗ്യാസ്ട്രോൻട്രോളജിയാണ് ചെയ്യുന്നത്. പക്ഷേ അവർ പ്രിഫർ ചെയ്യുന്നത് അനസ്തീഷ്യ കൊടുക്കാതെയാണ്. അനസ്തീഷ്യ കൊടുക്കത്തില്ല, സെഡേഷൻ ആയിരിക്കും. സെഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് റിക്കവറി ടൈമിന് വേണ്ടി കുറേ നേരം കിടക്കേണ്ടി വരും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഡേഷൻ ഇല്ലാതെ, അപ്പോൾ നിങ്ങൾ പ്രൊസീജിയർ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ യു ക്യാൻ ഗെറ്റ് അപ്പ് ആൻഡ് ഗോ ഹോം. ഗ്യാസ്ട്രോ സർജറികളിൽ നമുക്കിപ്പം ചില രോഗങ്ങൾക്ക് സർജറി ചെയ്യുന്നതിന് മുമ്പായിട്ട് മറ്റ് മെഡിക്കൽ വശങ്ങളായിട്ടുള്ള ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഗ്യാസ്ട്രോ സർജറികളിലും അതെല്ലാം. അതെ, ഏത് മേജർ സർജറി നമ്മളിപ്പോൾ ഗ്യാസ്ട്രോ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും ജനറൽ അനസ്തീഷ്യ കൊടുക്കണം. പേഷ്യൻറ്റ് കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയിരിക്കും, വായിലൊരു ട്യൂബ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഈ അനസ്തീഷ്യ ഗ്യാസ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ബോഡിക്ക് ഒരു സ്ട്രെയിൻ ഉണ്ടാവും, ഹാർട്ടിനൊരു സ്ട്രെയിൻ ഉണ്ട്, ലങ്സിന് സ്ട്രെയിൻ ഉണ്ട്. അത് ഓഫ് കോഴ്സ് പുതിയ മരുന്നുകൾ കൊണ്ട് ഇത് വളരെ മിനിമലാണ്. പക്ഷേ അപ്പോൾ അത് താങ്ങാനുള്ള ബേസിക് കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ളത് അനസ്തീഷ്യ അസസ് ചെയ്യും. ഇന്നത്തെ മോഡേൺ ഇതിൽ അനസ്തീഷ്യ കൊടുക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നത് വളരെ വളരെ അപൂർവമാണ്. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കുറേ കാലമായിട്ട് ഞാൻ ഒരു പേഷ്യൻറ്റിന് പോലും അനസ്തീഷ്യ കാരണം റെഫ്യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അനസ്തീഷ്യ. സർ, ഗ്യാസ്ട്രോ സർജറിയിൽ ഇപ്പം നൂതനമായിട്ട് ഏറ്റവും പുതിയതായിട്ട് പറയാനുള്ള റോബോട്ടിക് സർജറിയാണ്. സാർ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരുന്നു, അതിലൊന്ന് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്താലോ? അതെ, ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് ഞാൻ റോബോട്ടിക് സർജറി കുറച്ച് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേസിക്കലി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചോപ്സ്റ്റിക്സ് കൊണ്ട് ഫുഡ് കഴിക്കില്ലേ, അത് തന്നെ നമുക്ക് വേണമെങ്കിൽ നോർമൽ ലാപ്രോസ്കോപ്പിക് സർജറി ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ആ ചോപ്സ്റ്റിക്സിൻ്റെ എൻഡിൽ 2 കൈകൾ, ചെറിയ കൈകൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഇൻഡിപെൻഡൻ്റ്, അതാണ് റോബോട്ടിക് സർജറി. അപ്പോൾ സെയിം ടെക്നോളജി തന്നെ ബട്ട് മോർ റിഫൈൻഡ് ആയിട്ട് നമുക്ക് അവിടെ ഈ ഹാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അവിടെ റിമോട്ട് കൺട്രോളായിട്ട് സർജൻ തന്നെയാണ് ചെയ്യുന്നത്. റോബോട്ടിക് എന്നാണ് പേര് എങ്കിലും അതിൻ്റെ പുറകിലൊരു റോബോട്ടൊന്നുമില്ല. വേറൊരു സ്ഥലത്ത് ബൈ വയർ ഒരു കോൺസോളിൽ സർജൻ്റെ നിന്ന് മാനിപ്പുലേറ്റ് ചെയ്യാണ് ഈ ഹാൻഡ്സ്. അപ്പോൾ ബെനിഫിറ്റ് ഓഫ് ലാപ്രോസ്കോപ്പിക് സർജറി പ്ലസ് അഡീഷണൽ ആയിട്ട് ഈ ഇൻട്രിക്കേറ്റ് മൂവ്മെൻറ്റ്സ് കൈകൊണ്ട് ചെയ്യാൻ പറ്റും. അതാണ് റോബോട്ടിക് സർജറി.
കൂടുതലായിട്ടും റോബോട്ടിക് സർജറി തന്നെയാണ് സാറ് പ്രിഫർ ചെയ്യുക? റോബോട്ടിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഷീൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അത് മാനുഫാക്ചർ ചെയ്ത് തുടങ്ങി, ഒരു കമ്പനി ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചൈനീസ് ഓഫ് കോഴ്സ് അവർ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങി, മൾട്ടിപ്പിൾ കമ്പനീസ് അവൈലബിൾ ആണ്. കൂടുതൽ റോബോട്ട്സ് ഇന്ത്യയിൽ വരും. ആൻഡ് ചെറിയ ഇപ്പോൾ വലിയ സെൻറ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി ചെറിയ സെൻറ്റേഴ്സിലും ഇത് അവൈലബിൾ ആയി തുടങ്ങും. ഇത് ബേസിക്കലി ഒരു ടൂളാണ്. ഈ ടൂള് എല്ലാവർക്കും അവൈലബിൾ ആവുന്നതനുസരിച്ച് അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ പണ്ടൊരു 1990s ഓപ്പൺ ഗോൾ ബ്ലാഡർ സർജറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആരും ഓപ്പൺ ചെയ്യുന്നില്ല, എല്ലാം ലാപ്രോസ്കോപ്പിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇനി എല്ലാം റോബോട്ടിക് ആയി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദര രോഗങ്ങൾ സങ്കീർണമാകുമ്പോൾ അവയ്ക്ക് നിർദ്ദേശിക്കപ്പെടുന്ന സർജറികളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്ന്. ഏവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമായി കാണും വരെ, ദിസ് ആര്യ ബോസ് സൈനിങ് ഓഫ്.